പനങ്ങാട് മാടവന ജംഗ്ഷനിലെ ദേശീയപാതയിൽ കല്ലട ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഇരുചക്ര വാഹന ഉടമ വാഗമൺ സ്വദേശി 31 വയസ്സുള്ള ജിജോ സെബാസ്റ്റിന്റെ ദാരുണാന്ത്യം. മറിഞ്ഞ ടൂറിസ്റ്റ് ബസിന്റെ അടിയിൽ ഇരുചക്ര വാഹനം പെടുകയായിരുന്നു. ബസ് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയതിനു ശേഷമാണ് അടിയിൽപ്പെട്ടയാളെ പുറത്തെടുത്തത്. തൊട്ടടുത്തുള്ള ലക്ഷൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. കല്ലടയുടെ ടൂറിസ്റ്റ് ബസ് ബാംഗ്ലൂരിൽ നിന്നും വർക്കലയിലേക്ക് പോയ ബസ്സാണ് മാടവന ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടത്. ടൂറിസ്റ്റ് ബസ് യാത്രക്കാർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ യാത്രക്കാരും ലക്ഷൂർ ആശുപത്രിയിൽ സുഖം പ്രാപിക്കുന്നു. കടുത്ത മഴയത്ത് മാടവന ജംഗ്ഷനിലെ സിഗ്നൽ കടക്കുവാനുള്ള അമിത വേഗതയാണ് ടൂറിസ്റ്റ് ബസ് മറിയുവാൻ കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പനങ്ങാട് മാടവന ജംഗ്ഷനിലെ അപകടം നിത്യസംഭവമാണ്. റോഡിന്റെ അപാകതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. ദേശീയപാത മാടവന ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം നാട്ടുകാരും വഴിയാത്രക്കാരുമാണ് ഓടിയെത്തിയത്. തുടർന്ന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പനങ്ങാട് മരട് തേവര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും തൃപ്പൂണിത്തുറ ഗാന്ധിയർ അരൂർ ക്ലബ്ബ് റോഡ് ഫയർ ഓഫീസർമാരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അപകടം പറ്റിയവരെ തൊട്ടടുത്തുള്ള ലക്ഷൂർ ആശുപത്രിയിലേക്ക് മാറ്റി. മറിഞ്ഞ ബസ് ക്രെയിൻ ഉപയോഗിച്ച് ദേശീയപാതയിൽ നിന്നും എടുത്തു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഈ റോഡ് ഈ ടാർ മാറ്റിയിട്ട് മര്യാദക്ക് ടാർ കാരണം ഈ കുമ്പളം ടോൾ വെച്ചിട്ട് നമ്മളോട് പിന്നെ ടോളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ടോളുകൾ വാങ്ങിക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ആളുകൾക്ക് പൊതുജനത്തിന് പിന്നെ സൗകര്യപ്പെടുത്താനല്ലേ, അതിനുവേണ്ടിയല്ലേ. ഇവിടെ ഒരൊറ്റ ലൈറ്റ് പോലും തെളിയണില്ല. അത് ഇവിടുത്തെ പഞ്ചായത്തിന്റെ കുഴപ്പമാണ്. ഒരൊറ്റ സീറ്റ് ലൈറ്റ് തെളിയണില്ല ഇവിടെ. രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവില്ല ഇവിടെ. ഇരുട്ടാണ്, ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഈ മുമ്പ് ദിവസം ഒരു KSRTC ഇടിച്ചിട്ട് ഇതുപോലെ ആരും ഇല്ലായിരുന്നു. ചെയ്യാൻ പറ്റും, കാരണം ഒരു വെട്ടമുണ്ടെങ്കിൽ ആർക്കെങ്കിലും കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഇപ്പൊ തെക്കോട്ട് പോകുന്ന വണ്ടിയാണ്, വടക്കോട്ട് പോകുന്ന വണ്ടികളാണെങ്കിൽ സിഗ്നല് നോക്കാറില്ല ഇവര്. സിഗ്നലാണേലും അടിച്ച് കത്തിച്ചങ്ങോട്ട് പോകണം. നിരന്തര അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഞങ്ങളിത് സ്ഥിരം കാണുന്ന ആളുകളാണ്, ഞങ്ങൾ പ്രത്യേകമാണ്. പിന്നെ ഇതിന് മുമ്പ് ഈ സിഗ്നലിൽ ഒരെണ്ണം ഇടിച്ച് സിഗ്നലിൽ പോയതാണ്. ഒരു വണ്ടി വന്ന് ഇടിച്ചു. എത്ര കാലത്ത് കുറെ നാള് സിഗ്നൽ ഇല്ലാണ്ട് കുറെ പ്രക്ഷോഭങ്ങളും കാര്യം വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ സിഗ്നൽ വന്നത്. അപ്പൊ കേട്ട് നമ്മൾ പുള്ളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കാരണം ഇത്ര ആളുകൾക്ക് ഇത് പൊക്കാൻ പറ്റില്ല, സാറിന് പൊക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അകത്തുള്ള ആളുകൾക്ക് ആർക്കും പരിക്കില്ല. ചെറിയ പൊട്ടല്, ബ്ലഡ് പോകുന്ന അങ്ങനെയൊക്കെ. ആളുകൾ ഉറങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായത്. ആളുകൾ ഉറങ്ങായിരുന്നു ആളിറക്കി വന്ന വണ്ടി അവന് സിഗ്നൽ കൂടി വന്നിട്ട് ഇവിടെ നിന്നുള്ള സിഗ്നൽ വീഴും. അതിന് ഓപ്പോസിറ്റ് കട്ട് ചെയ്തെടുത്തു പോയത്. ഒരു പ്രാവശ്യം പിടിച്ച് താണെങ്കിൽ കൊടുത്താൽ സ്ഥിരമായിട്ട് ശരണ്യ എന്ന് പറഞ്ഞ ബസ് സ്ഥിരമായിട്ട് ഇവിടെ ബസ്